എന്തുവാടാ എന്ത് സംഭവം വന്ന് കളഞ്ഞ കഞ്ഞിയും കലവും. ആ റബ്ബർ മരങ്ങളുടെ പച്ചപ്പിനിടയിലൂടെ തെന്നിച്ചേറി വരുന്ന ആ അപ്സര സുന്ദരി തൂങ്ങി വരുന്നു. മാറ്റി ഏത് റേഞ്ചിലാണെങ്കിലും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് ശബ്ദം. ഇതൊരു സുഖറിയോ കേൾക്കാൻ. വെരി ഗ്ലാഡ് ടു ലിസൺ ടു യു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. Drunk, I'm a niru kali drunk. Now I'm all kali drunk. ജൂലിയറ്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ അതിൽ വോക്കൽ ആക്ടിങ്ങിന്റെ ഒക്കെ എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു സിംഗറാണ് ജൂലിയറ്റ്. നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയാ. നമുക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരോടൊന്നും ഇപ്പൊ മനസ്സിലായില്ല. ഇത്രയും മുതിർന്നവർ കുടുംബത്തിൽ നിന്ന് വരുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് 10 പറയാനുണ്ടെന്ന്. സിത്തുമണി ഞാൻ ടിവി കണ്ടിട്ടുണ്ട്. നല്ല പാട്ടാ. ചൊത്താനടാ അമ്മണിക്കുട്ടി. രണ്ടുപേരും വീട്ടിലേക്ക് വരണേ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. വലിയൊരു തമിഴ് പറയുന്ന ഒരാളെ എനിക്കാണ് ഒരു തമിഴ് അറിയത്തില്ല. സാർ നീങ്ക എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്തേലും ആയിക്കോട്ടെ. അതുകൊണ്ട് ആ പാട്ട് വിജയിച്ചു. വളരെ താങ്ങായി തണലായി നമ്മുടെ വിജയ്ക്ക് കൊടുക്കണം ഒരു ഗ്രാം കൈയടി. ഒരു വർഷം നിന്നെ സഹിച്ച നമുക്ക് കുശല പറച്ചിലാണ്. അല്ല റിമി ചേച്ചി കഴിക്കില്ല എന്നാണോ? ഡയറ്റിലാണ്, കേക്ക് കഴിക്കില്ല, അങ്ങനെയാണോ? सोना भी कहेंगे तुमको, जान भी कहेंगे तुमको, रानी भी कहेंगे तुमको, चांद भी कहेंगे. കഥാപാത്രങ്ങളും ആയോ? തുടങ്ങിയപ്പോ ഒരു ആവേശം. ഞാൻ വെറുതെ പറഞ്ഞതാ, അത്രക്ക് നന്നായിരുന്നു. മാമല നാട്, മലയാള നാട്, മാവലി വാണൊരു നാട്. സാറിനെ തുറക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ അടച്ചിരിക്കുന്നത്. പിന്നെ ഒരു ശ്രദ്ധയ്ക്ക് ആരും മാർക്ക് ബോക്സിലാന്നും പറഞ്ഞോണ്ട് ഈ കേക്കിന്റെ ബോക്സ് എനിക്ക് തിന്നാനുള്ള ഇത് കഴിഞ്ഞിട്ട് നീ ഇടാൻ പോയില്ലേ? സത്യം പറ. പിന്നെ ആ താലൊക്കെ ഇറങ്ങിയ സമയത്ത് സ്ഥിരം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഇത്തിരി പിന്നെ അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റി. സൂപ്പർ 4-ന്റെ സൈക്കോളജിസ്റ്റ് റിമോ. ഞാൻ വിചാരിച്ച സൈക്കോ എന്ന്. സൂപ്പർ 4-ന്റെ ന്യൂറോളജിസ്റ്റ് വിധുവണ്ണൻ. അത് കറക്റ്റാ. തലയ്ക്കാ പ്രശ്നം. And that is Joe Bebe. എവിടെങ്കിലും പുറപ്പെട്ടു പോവാണോ? അത് പക്ഷെ ഈ ഒരു മോഡുലേഷനിൽ വരണം. നീലേശ്വരത്തിന്റെ സർവേശ്വരനായ. ഇല്ല ഞാൻ അങ്ങനെ പറയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റും? ആ ഒരു ആക്സന്റ് അല്ല നീ പറ എങ്ങനെയാ? നീലേശ്വരത്തിന്റെ സർവേശ്വരനായ ബദ്രിക്കുട്ടൻ. ഞാൻ പറയാം. നീലേശ്വരത്തിന്റെ സർവൈശ്വര്യമായ ബദ്രിക്കുട്ടൻ. നോക്കും. അതിൽ കാര്യമുണ്ട്. ഞാനൊന്ന് നോക്കി, അപ്പൊ അവൻ എന്നെയും നോക്കി. അപ്പൊ ഞങ്ങൾ 1000 പേരും കൂടെ തിരിഞ്ഞു നോക്കി. 40 പേര് ശിഷ്യന്മാർ നിന്നെ തെറി വിളിച്ചു. पहले जयपुर का जलवा दिखाओ ना, तुम प्यारी सी पप्पा की. ഫീമെയില് പിന്നെ വേണമെങ്കിൽ വെള്ളി മുങ്ങിക്കും.
ഏറ്റവും വിറ്റെന്ന് അറിയുമോ, ഇതെല്ലാം പറഞ്ഞിട്ട് അവളുടെ ഒരു ചിരിയുണ്ട്. അതായത് എന്തോ വിജയം നേടിയത്. അതാണ് നമുക്ക് നമ്മളെ കാലീന്ന് അരിശം കയറ്റുന്നതാണ്. പക്ഷെ ഒരു ടെൻഷനും വേണ്ട കേട്ടാ. എപ്പോഴത്തെയും പോലെ കൂളായിട്ടല്ല. സെമി ഫൈനലിലോട്ട് കിടക്കും. ദൈവമേ ഞാൻ കപ്പും കൊണ്ടേ മലക്കൂ എന്ന് വിചാരിക്കേണ്ട. എല്ലാവരും അങ്ങ് പിന്നെ വിധുചേട്ടനെ നോക്കി പാടിയത് എനിക്ക് ഇഷ്ടായി. അണ്ണാർക്കണ്ണൻ അഹങ്കാരി. പിന്നെ വിധുവിനെ നോക്കി അണ്ണാർക്കണ്ണൻ അഹങ്കാരി എന്ന് മാത്രമല്ല പാടിയത്, വേറൊരു വാക്കൂടെ പാടി. കേക്കണ രാക്കൂട്ടിലെ കുളക്കോഴിയോന്ന്. അപ്പോൾ എന്നെ വിട്ടില്ല കേട്ടോ, എന്നെ മറന്നില്ല. അപ്പൊ എന്നെ നോക്കി പാടുവാ കാവോരത്തെ കളിത്തോഴിയോന്ന്. നീ എന്ത് വേണോ എന്നെ പറഞ്ഞു. ഈ പ്രചോദനത്തിൽ പുസ്തകം മാത്രം നീ എന്ത് വേണോ പറഞ്ഞ ഞാൻ പഠിച്ചോ. പുസ്തകത്തിൽ കൈവയ്ക്കല്ലേ മക്കളെ, പ്ലീസ്. പിന്നെ നോക്കി വേണ്ടാത്തൊക്കെ പറഞ്ഞു ഒരു ഉമ്മയും ഞാൻ സമ്മതിക്കും. തട്ടിക്കളഞ്ഞു. ഒന്ന് പ്രയോഗിച്ചു നോക്കിയേ, സ്വന്തം ടീമാ. എളുപ്പമാ ഇങ്ങനെ കാണിച്ചേ. മുഖത്തെ എക്സ്പ്രഷൻ വേണ്ടല്ലോ. വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ നീ ഷോയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ മൊത്തം ചീത്തപ്പേര് എന്റെ മാത്രം തല. എന്നെ കളഞ്ഞു പോയ ചേട്ടനാണോടാ, അനിയനാണോടാ, എന്റെ അമ്മയുടെ വയസ്സിലാണോടാ നീ വന്ന്